ഗായിക മനീഷ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മനീഷ, നമുക്കറിയാലോ വളരെ അതുല്യനായിട്ടുള്ള ഒരു ഗായകനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും മലയാളികൾ നെഞ്ചേറ്റിയിട്ടുള്ള ഒരു ഗായകൻ. എങ്ങനെയാണ് ഒരു നിമിഷത്തിൽ അദ്ദേഹത്തെ സ്മരിക്കുന്നത്? ഉം, ജയനങ്കിളാണ് എന്റെ അങ്കിൾ എന്നാണ് ഞാൻ വിളിക്കുന്നത്. ഞാൻ വളരെ ചെറുപ്പം തൊട്ടേ ജയനങ്ങളുടെ ഒപ്പം ഗാനമേള വേദികളിൽ പാടിയിരുന്ന ഒരാളാണ്. വളരെ കുറച്ച് നാളുകൾക്ക് മുന്നേ വരെയും അദ്ദേഹത്തോടൊപ്പം സ്റ്റേജുകൾ പങ്കിടാനുള്ള വലിയ ഭാഗ്യം. ഇതിലേറ്റവും എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ഇവരൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റി എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത്. ജനങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ഒരു പുറമെ കാണുന്ന ചൂടത്തരം മാത്രമേ ഉള്ളൂ. ഭയങ്കര എന്താ പറയാ മനുഷ്യത്വമുള്ള, എല്ലാരോടും സ്നേഹമുള്ള, എല്ലാരെ കുറിച്ചും വ്യക്തമായിട്ടുള്ള ഒരു എന്താ പറയാ അഭിപ്രായങ്ങളുള്ള ഒരു വ്യക്തിയായിരുന്നു ജയനങ്ങൾ എന്നെ സംബന്ധിച്ച്. നമ്മൾ തെറ്റ് പാടിയാൽ അത് മുഖത്ത് നോക്കി തെറ്റാണ് പാടിയത് എന്ന് പറഞ്ഞ് തിരുത്തി തരാനും തയ്യാറായിട്ടുള്ള ഗുരുസ്ഥാനീയനും പിതൃസ്ഥാനീയനും സഹോദരസ്ഥാനീയനും എല്ലാമായിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്നെ സംബന്ധിച്ച് പി ജയചന്ദ്രൻ എന്ന് പറയുന്ന അതുല്യനായ ആ ഗായകൻ. എനിക്ക് സത്യം പറഞ്ഞാൽ മരണം എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും സത്യവും അനിവാര്യവുമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതേ നമ്മൾ ജീവിച്ചിരിക്കുന്നവരെ കൊണ്ട് പറ്റത്തുള്ളൂ. പക്ഷെ ഇവരുടെയൊക്കെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് കാലകാലങ്ങളോളം ഇവരുടെ പേരും അവർ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള അവരുടെ ഗാനങ്ങളും ശബ്ദവും ഒക്കെ ഈ പ്രപഞ്ചം നിലനിൽക്കുവോളം അത് നിലനിൽക്കും എന്നുള്ളതാണ് അല്ലെ. എത്രയോ ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച ഒരാളാണ് ജയനങ്ങൾ ഭാവഗായകൻ എന്നറിയപ്പെടുന്നത് പോലെ തന്നെ അദ്ദേഹം വളരെ കടുത്തൊരു മുഹമ്മദ് റാഫി ആരാധകനാണ്. വളരെ കടുത്ത സുശീലാമ്മ ആരാധകനാണ്. സുശീലാമ്മയെ കുറിച്ചൊക്കെ വർണ്ണിക്കുമ്പോൾ സുശീലാമ്മയുടെ ഓരോ പാട്ടുകളും അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേൾക്കുമ്പോൾ നമ്മൾ ഫീമെയിൽസ് പോലും അത്രയും ശ്രദ്ധിച്ചിട്ടില്ലല്ലോ അതൊന്നും എന്ന് പോലും നമുക്ക് തോന്നിപ്പോകാറുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനൊക്കെ വളരെ കീനായിട്ട് പാട്ടുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോ അവരൊക്കെ പാടിയ പാട്ടുകൾ നമുക്ക് പോലും നമ്മുടെ പോലും ശ്രദ്ധയിൽ പെടാത്ത മൈന്യൂട്ട് ആയിട്ടുള്ള പല സംഗതികളും അവർ കൊടുത്തിട്ടുള്ള ഓരോ വാക്കുകൾക്ക് കൊടുത്തിട്ടുള്ള ഓരോ ഭാവങ്ങളും ഒക്കെയും നമുക്ക് പറഞ്ഞു തരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഏറ്റവും വലിയ അറിവ് എന്ന് പറയുന്നതാണ്. അവരുടെ എക്സ്പീരിയൻസ് നമ്മളുമായിട്ട് ഷെയർ ചെയ്ത് നമുക്കത് നേരിട്ട് കേൾക്കാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. അങ്കിളുടെ ഇഷ്ടപ്പെട്ട എന്താ പറയാ ഗായകരിൽ ഒരാള് എന്നെ കുറിച്ചും നല്ല അഭിപ്രായങ്ങൾ, നീ നന്നായിട്ട് പാടുന്നുണ്ട് എന്ന നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞ ഒരു വ്യക്തി കൂടിയാണ് പി ജയചന്ദ്രൻ എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട ജയനങ്ങള്. അദ്ദേഹത്തിന്റെ ഈ അകാല വിയോഗം എന്നൊന്ന് അങ്ങനെയല്ല, അദ്ദേഹത്തിന്റെ ഈ ഒരു മരണത്തിൽ അതീവമായിട്ടുള്ള സങ്കടമുണ്ട്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മുമ്പ് കൂടിയും ജനങ്ങളുടെ പാട്ടുകൾ കേട്ടോണ്ടിരിക്കുവായിരുന്നു. തീർച്ചയായിട്ടും വലിയൊരു ദുഃഖം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഒരുപാട് നന്ദി മനീഷ, ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തെ ഓർത്തതിനും ഒപ്പം തന്നെ അദ്ദേഹത്തുള്ള നല്ല നിമിഷങ്ങൾ പങ്കുവച്ചതിനും അദ്ദേഹത്തെക്കുറിച്ച് സംസാരിച്ചതിനും.